മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഉണ്ണിയെ കണ്ടൊരു സങ്കടത്തിൽ നമ്മുടെ കരുണയാണെങ്കിൽ തലകറങ്ങി വീഴാണ് ചെയ്യുന്നത് തന്നെ. അപ്പോഴേക്കും നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും കൂടെ പെട്ടെന്ന് നമ്മുടെ കരുണയെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എഴുന്നേറ്റ കരുണയാണെങ്കിൽ പറയുന്നുണ്ട്, ഉണ്ണിയേട്ടന് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്, ഉണ്ണിയേട്ടനെ പോലീസ് പിടിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു മുത്തശ്ശി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രതാപം പറയുന്നുണ്ട്, അത് സ്വപ്നമൊന്നുമല്ല, അത് യാഥാർത്ഥ്യമാണ്, അതൊക്കെ ആ കണ്ണിൻ്റെ പണിയാണ് മോളെ എന്നൊക്കെ കരുണയോട് പറയുമ്പോൾ കരുണയാണെങ്കിൽ അയ്യോ അതപ്പോൾ ശരിയാണോ ആ കാര്യങ്ങളൊക്കെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നാട്ടുകാരുടെ മുന്നിൽ ഞാനൊരു കോമാളിയായിട്ട് നിൽക്കണ്ടേ, ഈ കുഞ്ഞിൻ്റെ അച്ഛനാണെങ്കിൽ ഒരു കള്ളക്കടത്തുകാരനാണെന്ന് പറയാൻ എനിക്ക് നാണക്കേടാ അച്ഛ എന്നൊക്കെ നമ്മുടെ കരുണ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും പ്രതാപനോട് മുത്തശ്ശി പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് ഉണ്ണിയെപ്പോയി ഇറക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നൊക്കെ പ്രതാപൻ്റെ അടുത്ത് മുത്തശ്ശി പറയുമ്പോഴേക്കും നമ്മുടെ കരുണ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അയാൾ അവിടെ തന്നെ കിടന്നോട്ടെ, അല്ലെങ്കിലും എനിക്കിനി അയാളെ വേണ്ട, ആൾക്കാരുടെ മുന്നിൽ ഒരു കോമാളിയായിട്ട് നിൽക്കാനൊന്നും എനിക്കിനി വയ്യാന്നൊക്കെ നമ്മുടെ കരുണ പറയുന്നുണ്ടാണ്. കരുണയാണെങ്കിൽ പ്രതാപനോട് പറയുന്നുണ്ട്, അച്ഛൻ എന്തായാലും പോയിട്ട് അയാളെ ഇറക്കൊന്നും വേണ്ട, അയാൾ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ അയാളെ പോലീസ് പിടിച്ചത്, നാട്ടുകാർ മൊത്തം ഈ ഒരു വിവരം അറിഞ്ഞ്, ഇനിയിപ്പോൾ ഓരോരുത്തരും ചോദ്യം കേൾക്കാൻ എനിക്കിനി വയ്യ, അയാളിനി അവിടെ തന്നെ കിടന്നോട്ടെന്നൊക്കെ നമ്മുടെ കരുണയാണെങ്കിൽ പറയുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും നീ പറയാതെ, നിൻ്റെ വയറ്റിൽ അവൻ്റെ കുഞ്ഞാണ് ഇരിക്കുന്നത്, നീ അത് മറന്നു പോകരുത് കരുണയെന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട് കരുണയുടെ അടുത്താണെങ്കിൽ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പോലീസുകാരും പറയുന്നുണ്ട്, എന്തായാലും അയാളെ ഇപ്പോൾ വിട്ടുതരാൻ പറ്റും, കാരണം എനിക്കെൻ്റെ ഡ്യൂട്ടിയല്ലേ ചെയ്തേ പറ്റൂ, അല്ലാതെ അയാളോടത്തുള്ള ദേഷ്യം കൊണ്ടോ ഒന്നും ഞാനിങ്ങനെ കള്ളക്കടത്തുകാരനെ പിടിച്ചു വെച്ചൊന്നുമല്ല, അയാൾ ശരിക്കും ഒരു കള്ളക്കടത്തുകാരനായതുകൊണ്ട് തന്നെയാണ് ഞാൻ അയാളെ അറസ്റ്റ് ചെയ്തതെന്നൊക്കെ നമ്മുടെ മേഘനാഥൻ്റെ അടുത്തും വാമദേവൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് നമ്മുടെ പോലീസുകാരനാണെങ്കിൽ. അതിനുശേഷം ഉണ്ണിയാണെങ്കിൽ ഇറക്കിക്കൊണ്ട് വന്നിട്ട് വാമദേവനും മേഘനാഥനും പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് കണ്ണനെ നമ്മൾ കൊന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവനെ അങ്ങ് തീർത്തില്ലെങ്കിൽ അവനെ നമ്മൾ പേടിച്ച് ജീവിക്കേണ്ടി വരും, അവൻ്റെ പേരിലാണ് എല്ലാ സ്വത്തുക്കളുമെന്ന് നിനക്കറിയില്ല ഉണ്ണി, നീ ഒന്നും അല്ലാന്ന് നിനക്കിന്നും മനസ്സിലായില്ലേ, അവൻ്റെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു നിന്നെ ജാമ്യത്തിലിറക്കാൻ വേണ്ടിയിട്ട്, ആരും തന്നെ വന്നില്ലല്ലോ ഉണ്ണി എന്നൊക്കെ മേഘനാഥൻ ഇങ്ങനെ ഉണ്ണിയോട് പറയുന്നുണ്ട്. ഉണ്ണിയാണെ പറയുന്നുണ്ട്, അയാളുമായിട്ട് ഞാൻ ഇച്ചിരി ഉടക്കിയതാ, അയാൾ എൻ്റെ ഭാര്യയും എന്നെ നിന്ന് അകറ്റാൻ നോക്കി, അതുകൊണ്ട് രാവിലെ ഞങ്ങൾ ഉടക്കിയത് കൊണ്ടാണ് അയാൾ ഇപ്പോൾ ഈ ഒരു പണി എനിക്കിട്ട് തന്നതെന്നൊക്കെ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്. അയാൾ തന്നെയാണ് എന്നെ കുടുക്കിയതെന്നൊക്കെ നമ്മുടെ ഉണ്ണി മേഘനാഥനോട് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെങ്കിൽ മേഘനാഥൻ പറയുന്നുണ്ട്, എന്തായാലും നിനക്ക് ഞാൻ ഉറപ്പ് തരാം, അയാളെ നമ്മൾ തീർത്തിരിക്കും, കൂടെ നീ ഉണ്ടാവില്ലേ ഉണ്ണി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാവും മേഘനാഥനേട്ടാ, എന്തായാലും മേഘനാഥേട്ടൻ പറയുന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളെന്നൊക്കെ ഉണ്ണി പറഞ്ഞിട്ട് നേരെ കരുണയുടെ പക്കലോട്ടാണ് ഉണ്ണി പോകുന്നത് തന്നെ. അപ്പോൾ ഉണ്ണിയോട് പറയുന്നുണ്ട്, കരുണയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇനി കയറാൻ പാടില്ല, ഇനി നിങ്ങളിതിന് പുറത്താണെന്നൊക്കെ കരുണ പറയുന്നുണ്ട് ഉണ്ണിയോടാണെങ്കിൽ. ഉണ്ണിയാണെങ്കിൽ സങ്കടപ്പെട്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കരുണയും ഉണ്ണിയും തമ്മിൽ വേർപിരിയോ, അതോ ഇനിയിപ്പോൾ കണ്ണൻ തിരിച്ചടിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ മറ്റൊരു പ്രൊമോയിട്ട് വരാം. ഈ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.